വന്നു അല്ലേ? എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. എന്റെ അമ്മയെയും വല്യച്ഛനെയും പാതിരാത്രിക്ക് നാടുകടത്താൻ കെട്ടിലമ്മ തീരുമാനിച്ചപ്പോ നിങ്ങൾ വെറും കൈയോടെ നോക്കി നിന്നില്ലേ? അതൊക്കെ എണ്ണി തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. എന്ത് തെളിയിക്കാൻ? മീര എന്റെ മോളല്ലെന്നോ? അവള് പറഞ്ഞൊക്കെ കള്ളമാണെന്നോ? അല്ലാണ്ട് പറയാൻ എന്ത് തെളിവാ നിന്റെ അടുത്തുള്ളത്? ഉണ്ട്, തെളിവുകളുണ്ട്. അത് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ ഈ പുരുഷൻ ആരാണെന്ന് തമ്പ്രാന് ബോധ്യമാവും. ഞാൻ വേണോ അവള് വേണോന്ന് എന്നിട്ട് തീരുമാനിക്കാം. Come on. ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തുനെ ഫസ്റ്റ് ടൈം കാണുന്നത്. ഒരടിയാത്തി തമ്പുരാനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് അവള് പറഞ്ഞപ്പോ മറ്റേ തമ്പുരാനല്ലേ ഫുൾ ടൈം കാണുമെന്ന് പറഞ്ഞ ആൾക്ക് ധൈര്യം കൊടുത്തത്? യെസ്. നിങ്ങൾ ആദ്യം എല്ലാം നിഷേധിച്ചില്ലേ? അപ്പോൾ സത്യം മുഴുവൻ അറിയുമ്പോഴോ? ഫോളോ മീ. തെളിവ് നമ്പർ 2. ഈ കൽപ്പടവിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തുവിനെ വെയിറ്റ് ചെയ്യാറ്. അന്ന് ഗുരുക്കൾ പടവുകൾക്ക് താഴെ കാവൽ നിൽക്കും. അപ്പോ ഇവിടെ ഇരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ ഡീറ്റെയിൽ ആയിട്ട് രാഗങ്ങൾ പാടും. ഒരു ഐഡിയയും കിട്ടാതെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ അവള് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത്? അതൊന്നും എപ്പോഴും അങ്ങനെ പാടാൻ പറ്റില്ലെന്ന്. ആം ഐ കറക്റ്റ്? ഇനിയും വേണോ തെളിവുകൾ? ഫോളോ മീ. ഓർമ്മയുണ്ടോ ഈ വരമ്പ്? ഇവിടെ വെച്ചാണ് നിങ്ങൾ കാർത്തൂനെ ലാസ്റ്റ് കാണുന്നത്. കെട്ടിയമ്മ നിങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ അറിഞ്ഞു തുടങ്ങിയ കാലം. അന്ന് തന്റെ ഉദരത്തിൽ തമ്പുരാന്റെ ഗർഭസ്ഥ ശിശു വളരുന്നുവെന്ന് അവള് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ആരെതിർത്താലും നിന്നെയും നിന്റെ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്ന്. എന്നിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? പറയണം. 25 കൊല്ലം കഴിഞ്ഞ് ഒരു പെണ്ണ് വന്ന് കാർത്തൂന്റെ മോളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? നിങ്ങൾ നിർത്തുക. റൈറ്റ്. ഞാനൊരു തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു. എന്ന് വെച്ച് എന്തും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, അവള് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ പോരെ? ഇനി ഈ കഥയും പറഞ്ഞ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് ആരെയും. മനസ്സിലായല്ലോ? അങ്ങനെയൊന്നും പുരുഷനെ പറഞ്ഞു വിടാമെന്ന് ആരും കരുതണ്ട. ഈ നാട് മുഴുവൻ ഇളക്കി മറിക്കും ഞാൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്, യു ഷിറ്റ്. ഇപ്പൊ എന്റെ ബുദ്ധി എന്താണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റൈറ്ററെ? പുരുഷനെ നമ്മളാണ് കൊണ്ടുവന്നതെന്ന് തമ്പുരാക്കന്മാരറിയുന്നതിന് മുമ്പ് നാട്ടുകാർ മുമ്പിൽ നമുക്ക് അവരെ നാറ്റിക്കാം. ഇതിൽ കൂടുതൽ എന്ത് നാറാനാടാ ഉള്ളത്? ഇനി നീ നോക്കിക്കോ, ആലഞ്ചേരിയിലെ ഒറ്റ ഒരുത്തരും നാട്ടുകാർ സ്വൈര്യം കൊടുക്കില്ല. അതിനുള്ള വേലത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അവിടത്തെയും ഇവിടത്തെയും 10ഉം കൂടി ഇനി തമ്പ്രാക്കന്മാരോട് ചോദിക്കാൻ ചെല്ലും. എന്നിട്ട് അവര് തമ്മിൽ അടിച്ച് ചാവും. ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചങ്കിൽ ഇടിച്ച് ചാവേണ്ടി വരും. ഓടാ, അതിനുള്ള വേലകളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഓ കൊച്ചു തമ്പ്രാക്കന്മാര് നീരാട്ട് കഴിഞ്ഞ് എഴുന്നള്ളാറായില്ലടാ. ആലഞ്ചേരിയിലെ 10-12 കേട്ടു. ഇപ്പോഴല്ലേ ശരിക്കും എണ്ണം തികഞ്ഞത്. ഇനി എത്ര എണ്ണം വരാനുണ്ടോ ആവോ. തന്തയില്ലാത്തരം പറയുന്നോടാ. തെണ്ടിത്തരം പറയാൻ നാവ് പിഴുതെടുക്കും ഞങ്ങള്. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടെങ്കിലേ വന്ന് നാക്ക് പിഴുതെടുക്കടാ. ആലഞ്ചേരിയിൽ ചിലപ്പോ 12-18 കാണും. അതിനൊക്കെ ചെലവിനെടുക്കാൻ തമ്പ്രാമാർക്ക് അറിയാം. അത് നിന്റെ അച്ഛന്റെ പറയുന്ന വേണ്ട. കേട്ടോ? പോടാ പോടാ പുല്ലേ. സ്വൈര്യം കെട്ടു, പുറത്തിറങ്ങാൻ പറ്റാതായി. ഇനിയെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. എന്താ പതിവില്ലാതെ എല്ലാരും കൂടി ഈ സമയത്ത്? പതിവില്ലാത്ത പലതുമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളച്ചു കെട്ടൊന്നും വേണ്ട. അധിക പ്രസംഗമാണെന്ന് കരുതരുത്. ചോദിക്കാതിരിക്കാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ്. സത്യത്തിൽ മീരയും പുരുഷും ആലഞ്ചേരിക്കാരാരാ? അവിടെ അച്ഛനോട് ചോദിച്ചാൽ മറുപടി കിട്ടില്ല. നാട്ടുകാരാണെങ്കിൽ കഥകളുണ്ടാക്കുന്ന ഒരു കണക്കുമില്ല. മറുപടി കൊടുത്തു ഞങ്ങൾ മടുത്തു. ഗുരുക്കളെങ്കിലും സത്യം പറയുമെന്ന് വിചാരിച്ച ഞങ്ങൾ വന്നത്. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവില്ല. ഇതുവരെ ഏത് കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. അത് അച്ഛന് ഞങ്ങൾ പറയാതെ തന്നെ അറിയാലോ. കുത്തുവാക്ക് പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞിട്ട് മതിയല്ലോ എന്ന് കരുതിയിട്ടാ. ഞങ്ങൾ ആര് പറയുന്ന കഥയോ വിശ്വസിക്കേണ്ടത്? മീര പറയുന്ന കഥയോ അതോ പുരുഷ പറയുന്ന കഥയോ? നിർത്ത. നാട്ടുകാര് പറയുന്ന കഥകളാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾ തന്നെ സമാധാനം ഉണ്ടാക്കേണ്ടി വരും. ഇനി ചാത്തുക്കുട്ടിയും ഞാനും പറയണതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ചിലതൊക്കെ ശരിയാണ്, ചിലതൊക്കെ തെറ്റുമാണ്.
നാട്ടുകാരുടെ കുത്തുവാക്കിന് മറുപടി പറയാൻ വയ്യാണ്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ഒരാളുണ്ട് അവിടെ, ചാത്തുക്കുട്ടി. എന്റെ കാര്യം സാരമാക്കണ്ട. ആദ്യം ഇളമുറ തമ്പുരാക്കന്മാര് പോയി ആ മനസ്സൊന്ന് കാണ്, എന്നിട്ട് സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്ക്. അതിന് നിങ്ങൾക്ക് ആരുടെ അനുവാദം വേണ്ട. അയ്യോ, ഞാൻ കാർത്തൂന്റെ മോനല്ലേ? നിനക്ക് ആലഞ്ചേരിയിലെ 11-അവനാവണം അല്ലടാ? സത്യം പറയടാ, ആരാടാ നീ? പറയടാ. ഞാൻ വെങ്കായം പുരുഷു, ഒരു നാടക നടനാണ്. കാർത്തൂന്റെ മകനായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഇയാളാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇതിന്റെയൊക്കെ സൂത്രധാരകൻ അല്ലേ? എന്റെ കൊല്ലല്ലേ, ഞാൻ പറയാം. ചേക്കുട്ടി റൈറ്റർ പറഞ്ഞിട്ടാ ഞാൻ ഈ നാടകക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നത്. നീ നിന്റെ ചേക്കുട്ടിയോട് പോയി പറ നീ ആലഞ്ചേരിയിലെ പെണ്ണാണെന്ന്. എന്താണ് നിനക്ക് വല്ല സംശയമുണ്ടാ? എനിക്കും ഇല്ല, എന്റെ റൈറ്റർക്കും ഇല്ല സംശയം. ഇനി കാർത്തൂന്റെ കഥ പറഞ്ഞ് ഇവിടെ ഞാൻ കണ്ടുപോയാ കൊല്ലും ഞങ്ങള്. മോളിങ് വാ. മോക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? വെറുക്കാൻ മാത്രം എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ട്, തെറ്റെന്റേതാണ്. അപവാദങ്ങളുമായി എല്ലാരും എന്റെ നേരെ വന്നപ്പോ ഞാനാകെ പതറിപ്പോയി. ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ടെന്നറിയാണ്ടായിപ്പോയി. സാരമില്ല, എനിക്കതിലൊട്ടും വിഷമില്ല. കുട്ടികൾ അറിയുമ്പോ എന്തെങ്കിലും സംഭവിക്കുമെന്നായിരുന്നു എന്റെ പേടി മുഴുവൻ. ഏതായാലും അതും അങ്ങോട്ട് ഒഴിഞ്ഞുപോയി. ഇനിയിപ്പോ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. അല്ലേ മെന്നെ? അത് നന്നായി. ഒരു മുത്തശ്ശന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞു. അച്ഛനോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ കുട്ടിക്കുണ്ടാവും. എനിക്കറിയാം, അറിയാം. എന്റെ മോളിനി വാടക വീട്ടിൽ താമസിക്കണ്ട. ആര് പറയണതും ഞാൻ കണക്കാക്കണില്ല. എല്ലാറ്റിനും പുല്ലുവിലയെ കൽപ്പിക്കൂ. എന്റെ കാലം കഴിയണവരെയെങ്കിലും രണ്ടാളും തറവാട്ടിൽ തന്നെ കഴിയണം. സന്തോഷമായോ എന്റെ കുട്ടിക്ക്? സന്തോഷമായോ? ഈ ആലഞ്ചേരിയിലേക്കുള്ള വഴിയതാ. ആലഞ്ചേരി എന്ന് പറയുമ്പോ 2 ആലഞ്ചേരി ഉണ്ട്. അതിലെവിടേക്കാ പോണ്ടേ? ഭാഗവതരുടെ അടുത്തേക്കാണോ ഗുരുക്കളുടെ അടുത്തേക്കാണോ? ഭാഗവതരുടെ അടുത്തേക്ക് തന്നെ. അപ്പൊ കച്ചേരിക്കാ? കച്ചേരിക്ക് തന്നെയാ. പക്ഷെ കച്ചേരി നടത്തുന്നത് ഭാഗവതരായിരിക്കില്ല, ഈ ഞാൻ. വഴി പറയണോ? നേരെ പോയാൽ കാണുന്ന ഒരു പഠിപ്പുണ്ട്, അത് തന്നെ. എന്താ എന്താ? അവര് വന്നിട്ടുണ്ട്. ആരെ? ഇളയച്ചൻ. ഇവിടെ? അവര് പഠിപ്പുരയിൽ എത്താറായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല. അയാൾ എന്നെ കണ്ട കൊല്ലും. മുത്തശ്ശൻ വാ, ഇവിടെ നിൽക്കണ്ട. മുത്തശ്ശൻ വാ. മുത്തശ്ശൻ വാ. വേഗം വാ മുത്തശ്ശൻ. മുത്തശ്ശൻ വാ. എന്താ എന്തു പറ്റും മോളെ? എന്നെ മുത്തശ്ശനെ കൊണ്ട് അയാൾ വരുന്നുണ്ട്. അയാൾ ഇങ്ങെത്തി. ഞങ്ങൾ അയാളോട് അയക്കരുതേ. നീ എന്തൊക്കെ പറയണേ? ആര് വന്നു? അതൊക്കെ പിന്നെ പറയാം. അയാൾ എന്നെ കണ്ട ആകെ കുഴപ്പം. എന്നെ വിട്ടുകൊടുക്കരുത്. ഞാനും മുത്തശ്ശി ഇവിടെ ഇല്ലെന്ന് പറയണം, പ്ലീസ്. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ഒന്ന് നോക്കിട്ടെ. മോളവിടെ ഇരിക്കും. ആരാ? യേശു വർമ്മ എന്ന് പറയും, തറവാട് പള്ളിക്കൽ.
കൊച്ചുവർമ്മ എന്ന് വിളിച്ചാ മതി. ആ വർമ്മകറി ഇരിക്കൂ. നിർബന്ധിക്കരുത്, സമയം തീരെയില്ല. പിന്നെ ഞാൻ വന്ന കാര്യം, അവളെവിടെ? ആര്? ആ പെണ്ണെവിടെന്ന്? നിക്ക ലേഖ എവിടെ? ലേഖയോ? ഇവിടെ മീര എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷെ ഇപ്പോ അവളെ ഇവിടെ ഇല്ല. മീര മണ്ണാങ്കട്ട. ലേഖ വർമ്മ. അവളങ്ങനെ പേര് മാറ്റിയതുകൊണ്ടൊന്നും ഈ വർമ്മയുടെ നിന്ന് വഴുതിപ്പോവില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവളോട് മാത്രം പറഞ്ഞാ മതി വർമ്മയ്ക്ക്. അവളെ ആ കളവനെ ഇറക്കിവിടെ. ഞാൻ പറഞ്ഞല്ലോ അവളിവിടെ ഇല്ല. എന്നെക്കാൾ സത്യസന്ധനാണ് ഭാഗവതരെന്ന് തോന്നിയോണ്ട് പറയാ. എനിക്കറിയാം അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ദയവേത് അവളെ എന്നോടൊപ്പം അയക്കണം. അയക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, വർമ്മ. ഞാൻ പേരല്ല ചോദിച്ചത്, നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. ബന്ധം? അതെ, നിങ്ങൾ അവളുടെ ആരാ? അച്ഛൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനാ അവളുടെ അച്ഛൻ. നിർത്ത്. അല്ല, ഞാനുള്ളപ്പോ അവൾക്ക് വേറൊരു അച്ഛനുണ്ടായത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ചിരിച്ചു പോയതാ. അപ്പോ നാടകങ്ങൾ ഒരുപാട് അരങ്ങേറിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പറയാം. അവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. ഭാഗവതരെ വീടും ചോദിച്ചാ പോയത്. എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നണേ. എന്താണ്? എന്റെ മകളാണ് അവളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം. പക്ഷേ ഇപ്പൊ അവൾ എവിടുന്നാണ് വന്നെന്ന് അറിയുമ്പോ നിങ്ങൾ വിശ്വസിക്കും. അറിയോ നിങ്ങൾക്ക്? ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്ന പേഷ്യന്റ് ആണ് അവള്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ചന്തപ്പൻ ഗുരുക്കൾ വരണം. നിങ്ങളും കേൾക്കണം, എന്നിട്ട് മറുപടി പറയണം. ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്ന എന്റെ മകൾ ലേഖാവർമ്മ എങ്ങനെ ആലഞ്ചേരിയിലെ മകളായി? വർമ്മ എന്തു പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കില്ല. അവൾ എന്നോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. കാർത്തൂന്റെ കഥയടക്കം. സത്യം. ആ സത്യമൊക്കെ വിളിച്ചു പറയാൻ ഭ്രാന്താശുപത്രിയിൽ അവളോടൊപ്പം കിടന്ന ആരാണെന്ന് അറിയോ? നിങ്ങളുടെ അമ്മ ഭ്രാന്താശുപത്രിയിലാണെന്നുള്ളത് സത്യമല്ലേ? അവര് വിളിച്ചു പറയണ ഓരോ കഥകൾ കേട്ടാണ് ഇവൾ അവിടുന്ന് ചാടിപ്പോന്നത്. കൂടെ വേറൊരു ഭ്രാന്തൻ കിഴവൻ, ജോർജ് വർഗീസ്. അയാളെ ഉണ്ടാവുമല്ലോ അകത്ത്. എട്ടിലമ്മ നാട് കടത്തിവിട്ട കാർത്തു ഗർഭിണിയായിരുന്നു എന്നുള്ളത് സത്യം. അത് 25 വർഷം മുമ്പ്. ഇപ്പൊ മകളായി വന്ന മീരയ്ക്ക് 18 വയസ്സേ ഉള്ളൂ എന്നുള്ളതും സത്യം. ഈ കള്ളക്കഥയൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ആലഞ്ചേരി തമ്പ്രാക്കൾക്ക്? ഇനിയും നിങ്ങക്ക് തെളിവാണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കാം. പക്ഷെ അതുവരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് അവളെ കൊണ്ടുപോകണം ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. പക്ഷെ ഇപ്പോഴല്ല, ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ സമയം തരണം. സത്യം അറിയണം. അതിനിടയിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായാൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരാഴ്ച, അടുത്ത ഞായറാഴ്ച ഞാൻ വരും. പറയാനല്ല, കൊണ്ടുപോകാൻ. അത് അവളോടും പറഞ്ഞേക്ക്. വരട്ടെ. അയാൾ പറഞ്ഞതൊക്കെ സത്യാണോ? പറ, സത്യാണോ? സത്യം. സത്യം. എനിക്ക് മാപ്പ് തരണം.